നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷഫലം എന്നത് പലരും വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മാറ്റങ്ങളിലേക്കാണ് പലപ്പോഴും പുതുവർഷം നിങ്ങളെ എത്തിക്കുന്നത്. ആരോഗ്യം, കരിയർ, ധനം, ദാമ്പത്യം, ജോലി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമാണ് പുതുവർഷം. നക്ഷത്രഫലം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സമയം കാത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഈ സമയം തുടക്കമിടുന്നത്. എന്നാൽ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് 2026 എന്തൊക്കെയാണ് കാത്തുവെച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നതിനും അതുവഴി ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും കൊണ്ടുവരുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ എന്ത് കാര്യത്തിനും ഗുണഫലങ്ങൾ എന്ന പോലെ തന്നെ ദോഷഫലങ്ങളും ഉണ്ടായിരിക്കും. ഇത്തരത്തിലെ പുതുവർഷം 3 നക്ഷത്രക്കാരിൽ എപ്രകാരമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ 3 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച്, ഈ 2026 നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ കരിയറിനെയും ജോലിയെയും കുറിച്ച് പറയാം. ഈ ഒരു പുതുവർഷത്തിലെ കരിയറും ജോലിയും എപ്രകാരമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇതിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ജോലിയിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും ഈ ഒരു വർഷക്കാലം. അന്വേഷണത്തിന് അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോലി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒരുപോലെ മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമായിരിക്കും ഇത്. ഇനി നിങ്ങളൊരു സർക്കാർ ജോലിക്കാരനോ ജോലിക്കാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് ബിസിനസ്സിന് പല അവസരങ്ങളും അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ധനം, സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ച് പറയാം. പുതുവർഷത്തിലെ സാമ്പത്തിക സ്ഥിരത നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ 3 നക്ഷത്രക്കാർക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, വരുമാനം ഇരട്ടിയാവുകയും അത് സ്ഥിരതയോടെ നിലനിർത്തുന്നതിനും സാധിക്കും. നിക്ഷേപങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി എന്നിവ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരല്പം ശ്രദ്ധ അനിവാര്യമാണ്. ഈ കാര്യമാണ് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് 2026. എന്നാൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം അത് ഇല്ലാതാവാനുള്ള സാധ്യതയുമുണ്ട്. മികച്ച സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അനാവശ്യ ചിലവുകൾ കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിനെയെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി നിങ്ങളോട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആരോഗ്യ പ്രതിസന്ധികൾക്ക് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു വർഷമായിരിക്കും 2026. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും അതുവഴി ധനനഷ്ടം സംഭവിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വിവാഹ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചും പറയാം. വിവാഹത്തിന്റെ കാര്യത്തിൽ ഈ 3 നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. വിവാഹയോഗം അതിശക്തമായി 3 നക്ഷത്രക്കാരിലും ഉണ്ട് എന്നതാണ് പുതുവർഷം പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും പരസ്പര ധാരണയും സ്നേഹവും നിലനിൽക്കുന്നു. കുടുംബത്തിലെ സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും കുടുംബത്തിൽ ഒന്നുചേരുന്നതോടെ ഇല്ലാതാകുന്നതാണ്. സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ ശക്തമാക്കുകയും ചെയ്യും. കൂടാതെ ജീവിതത്തിലെ സന്തോഷവും മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഇനി ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വർഷത്തിൽ അല്പം പ്രതിസന്ധികൾ ഉണ്ടാക്കും.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് തകർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരല്പം ശ്രദ്ധയോടുകൂടി ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോവുക, ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, ആരോഗ്യ പ്രശ്നം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാനുള്ള സാധ്യത ഈ ഒരു വർഷം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അലസതയൊക്കെ മാറ്റിവെച്ച് ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചില പോരായ്മകളാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. ഈ പൊണ്ണത്തടി പോലുള്ള പ്രോബ്ലംസ് നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ പോലുള്ള മാർഗങ്ങളിലൂടെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കാര്യം ആരോഗ്യ കാര്യത്തില്, ഭക്ഷണ കാര്യത്തില് നിങ്ങളുടെ അശ്രദ്ധയാണ്. പലപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ആ ഒരു കൃത്യത മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ച മക്കളുണ്ട് നിങ്ങൾക്ക്, അപ്പോൾ അമ്മയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിവിടെ പറയുന്നത് എത്രമാത്രം കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വർഷത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. എല്ലാം കൊണ്ടും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 3 നക്ഷത്രക്കാർക്ക്. 2026 കോടീശ്വര യോഗം പോലും നേടാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാരിലുണ്ട്. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ, തെറ്റുകൾ മൂലം ഇവരുടെ ജീവിതം തന്നെ താളം തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ഈ 3 നക്ഷത്രക്കാരും ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ കൊടുക്കുക. മെയിനായിട്ട് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ, നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം, ഈശ്വര കൃപ, ഇതൊക്കെയും ഈ 3 നക്ഷത്രക്കാരിലും വളരെ കൂടുതലായിട്ട് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാൻ വളരെ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന ഒരു വർഷമായിരിക്കും ഈ 3 നക്ഷത്രക്കാർക്കും 2026 എന്ന് പറയുന്നത്. എന്നാൽ ഈ കൂട്ടത്തിൽ ചിലരെങ്കിലും ഈശ്വര വിശ്വാസം ഇല്ലാത്ത രീതിയിൽ, ഭഗവാനെ ഭജിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെപ്പോലും ഭഗവാൻ തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ദിവസവും ഒരല്പം സമയം ഒന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളെ ഇല്ലാതാക്കാനായിട്ട് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.